നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് കേട്ടിട്ടില്ലേ? അതിൽ നമ്മുടെ വാക്കുകൾക്ക് വലിയൊരു പങ്കുണ്ട്. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന മൂന്നേ വാക്കുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വെറും 3 വാക്കുകൾ, അത് നമ്മുടെ വിജയത്തെ പിന്നോട്ടു വലിക്കുന്നുണ്ടെങ്കിലോ? കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിശയം തോന്നാം, പക്ഷേ സംഭവം സത്യമാണ്. ആ വാക്കുകൾ ഏതൊക്കെയാണെന്നും അവയെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വില്ലനായി മാറുന്നതെന്നും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇതിന്റെ പിന്നിൽ ഐഡിയ വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ. നമ്മുടെ ചിന്തകളും വാക്കുകളുമെല്ലാം ഒരു തരം എനർജിയാണ്, ഒരു വൈബ്രേഷനാണ്. നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ആ വൈബ്രേഷൻ തന്നെയാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാവിയെ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ആ ലിസ്റ്റിലെ ആദ്യത്തെ വാക്ക് പ്രതീക്ഷിക്കുന്നു എന്നതാണ്. ഐ ഹോപ്പ് എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ? എന്താണ് ഈ വാക്കിന്റെ പ്രശ്നം? ഇതിനു പകരം നമ്മൾ എന്തുപയോഗിക്കണം നോക്കാം. ഈ 2 വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം അത് ആകാശവും ഭൂമിയും പോലെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തോട് പറയുന്നതെന്താ? എനിക്കിത് കിട്ടുമോ എന്ന് ഉറപ്പില്ല, ഒരുപക്ഷെ ഞാനിതിന് യോഗ്യനല്ല എന്നാണ്. ഒരു സംശയത്തിന്റെ വൈബ്രേഷനാണത്. എന്നാൽ എനിക്കറിയാം എന്ന് പറയുമ്പോഴോ അത് ഉറപ്പാണ്, ആത്മവിശ്വാസമാണ്, ഞാനിതിന് യോഗ്യനാണ്, എനിക്കിത് കിട്ടും എന്നൊരു പ്രഖ്യാപനമാണ്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ കെണിയിൽ വീഴാറുണ്ട് അല്ലേ? എനിക്കാ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, എനിക്ക് ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും നമ്മൾ യൂണിവേഴ്സിലേക്ക് അയക്കുന്ന സിഗ്നൽ നെഗറ്റീവാണ്. അതായത് എനിക്ക് ഉറപ്പില്ല എന്ന സിഗ്നൽ. അപ്പോ എന്താണിതിന് പരിഹാരം? സിമ്പിളാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന ആ കാത്തിരിപ്പിന്റെ അവസ്ഥയിൽ നിന്ന് എനിക്കറിയാം എന്ന ഉറപ്പിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം മാറണം. എനിക്ക് പണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതിനു പകരം ഒന്ന് മാറ്റി പറഞ്ഞു നോക്കൂ. ഈ പണം നേടാൻ ഞാൻ യോഗ്യനാണെന്ന് എനിക്കറിയാം. ആ വാക്കുകളിലെ പവർ ഫീൽ ചെയ്തോ? അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാക്ക് പ്രതീക്ഷയാണെങ്കിൽ രണ്ടാമത്തെ വില്ലൻ ആവശ്യമുണ്ട്, അഥവാ ഐ നീഡ് എന്നതാണ്. ഈ വാക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ഇല്ലായ്മയുടെ മാനസികാവസ്ഥയിൽ തളച്ചിടുന്നതെന്ന് നോക്കാം. എനിക്കൊരു കാറ് വേണം, എനിക്ക് കൂടുതൽ പണം ആവശ്യമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഫോക്കസ് എവിടെയാണ്? നമുക്കില്ലാത്ത കാര്യങ്ങളിലാണ് അല്ലേ? ഈ ഒരു നീഡി എനർജി, അതായത് ആശ്രിതത്വത്തിന്റെ ഊർജം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളിൽ നിന്ന് ഓടിച്ചകറ്റും. നേരെ മറിച്ച് ഞാൻ സമൃദ്ധനാണ് എന്ന് പറയുമ്പോഴോ നമ്മുടെ ഫോക്കസ് നമുക്കുള്ള കാര്യങ്ങളിലേക്ക് വരും. ആ ഒരു സംതൃപ്തിയുടെ വൈബ്രേഷൻ കൂടുതൽ കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കും. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒന്നിനു വേണ്ടി ഭയങ്കരമായി ഒരു നിരാശയോടെ ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് തരുന്നത് ആ നിരാശ തന്നെയാണ്. കാരണം നമ്മുടെ മുഴുവൻ എനർജിയും ഫോക്കസ് ചെയ്യുന്നത് ആ ഇല്ലായ്മയിലാണ്. എനിക്കതില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് പോലെയാണത്. അപ്പോ ഇതിനുള്ള പ്രതിവിധി എന്താണ്? അതാണ് ഈ അബണ്ടൻസ് മൈൻഡ് സെറ്റ്. അതായത് ഈ ലോകത്ത് എല്ലാവർക്കും വേണ്ടതിലധികം സ്നേഹവും പണവും സന്തോഷവും ഒക്കെയുണ്ടെന്ന് വിശ്വസിക്കുക. എനിക്കെന്തുണ്ട് എന്ന് നോക്കി അതിന് നന്ദി പറയുക. ആ ഒരു ഫീലിംഗിലേക്ക് നമ്മൾ മാറുമ്പോൾ തന്നെ കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങും. അപ്പോൾ നമ്മൾ 2 വാക്കുകൾ കണ്ടു. ഇനി മൂന്നാമത്തേതും ഒരുപക്ഷെ ഏറ്റവും അപകടകാരിയുമായ വാക്കിലേക്ക് വരാം. എനിക്ക് കഴിയില്ല, ഐ കാൺട്ട്. ഇത് നമ്മുടെ ഭൂതകാലത്തെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മതിലാണ്. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ വാതിലുകളും അടയ്ക്കുകയാണ്. നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്ന ഒരു കമാൻഡാണത്. ഇനി ശ്രമിക്കേണ്ട, ഇത് നടക്കില്ല എന്ന്. പക്ഷേ എനിക്ക് കഴിയും എന്ന് പറയുന്ന നിമിഷം അത് ഭാവിയിലേക്കുള്ള അനന്തമായ സാധ്യതകളിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നത് പോലെയാണ്. അത് സ്വന്തം ശക്തിയിലുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ചുറ്റുമൊന്ന് നോക്കൂ. എനിക്ക് കഴിയില്ല എന്ന് പറയാൻ തയ്യാറാവാത്തതുകൊണ്ട് മാത്രം വിജയിച്ച എത്രയോ പേരുണ്ട്. J.K. റൗളിങ്ങിനെ എത്ര പബ്ലിഷർമാരാണ് തള്ളിക്കളഞ്ഞത്? പക്ഷെ അവർ വിശ്വസിച്ചു എനിക്ക് എഴുതാൻ കഴിയുമെന്ന്. ഓപ്ര വിൻഫ്രി ദാരിദ്ര്യത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര എവിടെ എത്തി നിൽക്കുന്നു? കാരണം എന്റെ സാഹചര്യം മാറ്റാൻ എനിക്ക് കഴിയും എന്നവർ വിശ്വസിച്ചു. ഇലോൺ മസ്ക് നാസയോട് മത്സരിക്കുന്നത് എന്തുകൊണ്ടാ? ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കാൻ എനിക്ക് കഴിയും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഈ വാചകം ഓർമ്മയിൽ വെക്കണം. ഈ ലോകം മാറ്റിവരച്ചവരൊന്നും നമ്മളെക്കാൾ ബുദ്ധി കൂടിയവരല്ല. അവർക്ക് നമ്മളെക്കാൾ ഉണ്ടായിരുന്നത് ഒരൊറ്റ കാര്യമാണ്: ആത്മവിശ്വാസം. എന്നെക്കൊണ്ട് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ 3 വാക്കുകളെയും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി ഇവയെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ യാഥാർത്ഥ്യം, ഒരു ന്യൂ റിയാലിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ ടേബിളാണ്, ഒരു ചീറ്റ് ഷീറ്റ് പോലെ. പഴയതിനെ പുതിയത് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ തോന്നുമ്പോൾ പറയുക എനിക്കറിയാം.
എനിക്ക് ആവശ്യമുണ്ട് എന്നതിനു പകരം ഞാൻ സമർത്ഥനാണ്. എനിക്ക് കഴിയില്ല എന്ന ചിന്ത വരുമ്പോഴേ പറയുക എനിക്ക് കഴിയും. ഇതൊരു ചെറിയ മാറ്റമായി തോന്നാം, പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും? രണ്ട് സ്റ്റെപ്പുകൾ. ഒന്നാമത്തേത് അവെയർ ആവുക. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് ഈ പഴയ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് റീപ്ലേസ് ചെയ്യുക. ആ വാക്ക് ഉപയോഗിച്ചുവെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ നിർത്തി ബോധപൂർവം പുതിയ വാക്കുപയോഗിക്കുക. തുടക്കത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ പരിശീലിച്ചാൽ ഇതൊരു ശീലമായി മാറും. ഇന്ന് ഈ നിമിഷം തന്നെ ഈ തീരുമാനമെടുക്കുകയാണെങ്കിൽ വെറും 6 മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. അതെ, ഈ വാക്കുകൾ ബോധപൂർവം മാറ്റാൻ നിങ്ങൾ തയ്യാറായാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇനി മുതൽ എന്തുകൊണ്ട് എനിക്കൊന്നും ശരിയാവുന്നില്ല എന്ന് ചോദിക്കുന്നത് നിർത്താം. പകരം സ്വയം ചോദിക്കുക, എന്തുകൊണ്ട് എനിക്കിതായിക്കൂടാ? ആ ഒരു ചോദ്യം മതി നിങ്ങളുടെ ചിന്താഗതിയെ മുഴുവൻ മാറ്റാൻ. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കൂ, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിന് നിങ്ങൾ തികച്ചും യോഗ്യരാണ്.